നമ്മൾ കോഴിക്കോട് നിന്ന് കണ്ടതല്ലേ? അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം അല്ലേ? പോട്ടെ. എക്കാലവും ഓർത്തു വെച്ചിരിക്കുന്ന മാപ്പിളപ്പാട്ടാണ്. അതാണ് ഈ പാട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി വെച്ചാൽ നമ്മൾ ആര്യത്തിമാൾക്ക് പോവാണ്. ആര്യത്തിമാൾ പോയിട്ട് നമ്മൾ ഒരുപാട് യൂട്യൂബർമാർ കണ്ടു. നമ്മൾ CPC ആപ്പിനെ കണ്ടു, പിന്നെ നമ്മളെ കുഞ്ഞാൽ പാണ്ഡിക്കനെ നമ്മൾ കണ്ടു, നമ്മൾ കുറേ ആൾക്കാർ സെൽഫി ഇട്ടു, പിന്നെ നമ്മൾ സിനിമ നായകന്മാരെ കണ്ടു. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തണുസ് നോക്കുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്. നമുക്ക് നേരെ വീഡിയോ പോവാം. നമ്മൾ ആര്യത്തിമാളിൽ ഒരുപാട് സിനിമ നായകന്മാർ കണ്ടിട്ടോ. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് അന്നത്തെ വീഡിയോ, അതിൻ്റെ വീഡിയോ ആണ് അന്നത്തെ വീഡിയോ. നമുക്ക് നേരെ വീഡിയോ പോവാം. സമയത്ത് നോക്കണ്ട, നമുക്ക് നേരെ വീഡിയോ പോവാം. അത് നമ്മൾ തണുസ് നോക്കുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് നേരെ വീഡിയോ പോവാം. ഓക്കെ. കോഴിക്കോടിന്റെ നമസ്കാരം. ഞങ്ങളുടെ ഈ സിനിമ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ എന്റെ റഹ്മാനിക്കിനെ നിങ്ങൾക്ക് തരുവാ, എടുത്തോണ്ട് പൊയ്ക്കോ. ഒപ്പം നീ വന്നിരിക്കുന്ന എല്ലാവരും, നമ്മുടെ ബാബു അനിച്ചേട്ടനെയും ഇതിനെ സെന്റിലെ ആൻസർ എന്ത് വേണ്ട എല്ലാവരും നിങ്ങൾക്ക് തരുവാണ് ഞാൻ. അതുകൊണ്ട് ഞാനിവിടെ എൻ്റെ പേര് തന്നെ എഴുതി വെച്ചിരിക്കുന്നത്, ഷീല ഇബ്രാഹിം പ്രസിഡൻസ് എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. എടുത്തോണ്ട് പൊയ്ക്കോ. തീർച്ചയായിട്ടും നമ്മൾ ഓണത്തിന് എല്ലാവരും എടുക്കണം അല്ലേ? ഓണത്തിനാണ് ഈ സിനിമ തിയേറ്ററിൽ ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഓണം തൂക്കാനായിട്ട് ബാഡ് ബോയ്സ് ടീം റെഡിയാണ്. 13-ാം തീയതിയാണ് നമ്മുടെ പടം റിലീസാവുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. കോഴിക്കോടിന് ഞാൻ സമർപ്പിക്കുന്നു ഈ പാട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഓഡിയോ ലോഞ്ചിന് വേണ്ടിയിട്ട് കോഴിക്കോട്ടേക്ക് തന്നെ വന്നത്. എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് അറിയാം. സപ്പോർട്ട് ചെയ്യില്ലേ? എക്കാലവും ഓർത്തു വെച്ചിരിക്കുന്ന മാപ്പിളപ്പാട്ടാണ്. അതാണ് അതുകൊണ്ടാണ് അതുകൊണ്ട് ഇവര് രക്ഷപ്പെട്ടു. ഇവര് എന്റെ ചായ എന്തോ നോക്കി തന്നിട്ടാണ്. ഇപ്പൊ പറയാം വരൂ. രണ്ടുപേരും എന്താന്ന് പറഞ്ഞത്? ഇവരും ചെന്തലും പറഞ്ഞ ആൻസറും പറഞ്ഞു. അത് എന്താന്നുള്ള കറക്റ്റ് ഒന്ന് പറഞ്ഞത്. ഇനി സത്യം പറ, ചോദിച്ചു മൈക്ക് വരുന്ന
ഞാൻ ചെയ്യാന്ന് പറഞ്ഞല്ലോ ചെയ്തത്. പങ്കേ ഉള്ളൂ. അങ്ങനെയെങ്കിലും കല്യാണം കഴിഞ്ഞോട്ടെന്ന് വിചാരിച്ചു. നിങ്ങൾ കലക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പനി പിടിക്കുകയും ചെയ്തു. പക്ഷെ എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല. പിന്നെ അങ്ങനെ പറയട്ടെ, ഈ പടത്തിൽ ചെയ്യാൻ പറഞ്ഞ ഈ സോങ് കാണുന്നില്ല. അങ്ങനെ ആൻസർ എന്തുകൊണ്ടാണ് ഈ പടം ചെയ്യാൻ സമ്മതിച്ചെന്ന് ചോദിക്കുന്നത്. അതിപ്പോ പാട്ടിൽ കണ്ടിട്ടുണ്ട്, കൃത്യമായിട്ട് പറയണം. പാട്ട് കണ്ടല്ലോ. എങ്കിലും ഒന്ന് പറഞ്ഞേക്കാം. ഞാനും റഹ്മാനൊക്കെ ഉള്ള ഒരു ബോണ്ട് കണ്ടില്ലേ? എന്റെ ഉമ്മയ്ക്ക് വേണ്ടി തന്നെ ഞാൻ കെട്ടിയേ. അപ്പൊ നമുക്ക് ഈ പാട്ടിൽ കണ്ട രണ്ട് നായികമാരെ ഒന്ന് സ്റ്റേജിലേക്ക് വിളിക്കാം. ഒന്ന് വരുമോ? മലയാളത്തിന് മറ്റൊരു വില്ലനെ കൂടി ഈ സിനിമ സാക്ഷ്യം വഹിക്കുകയാണ്. ഷേർഷാ. അത് ശേഷാ വില്ലൻ മാത്രമല്ല, ശേഷാ ആദ്യത്തെ നല്ലൊരു റൈറ്ററാണ്. അദ്ദേഹം ഒരു നായകനായിട്ട് സിനിമ ചെയ്തത് ലിറ്റിൽ റാവുത്തർ എന്ന് പറയുന്ന പടം. അത് ആ പടത്തിനാണ് മികച്ച എഡിറ്റർക്കുള്ള അവാർഡ്, നമ്മളുടെ സ്റ്റേറ്റ് അവാർഡ്. അപ്പൊ നായകനാണ് വില്ലനുമാണ്. നായകനും വില്ലനുമാണ്. അപ്പൊ ഒരു കൈയടി വേണം. ഈ സിനിമയില് പല പരിപാടികളുണ്ട്. ഇപ്പൊ റഹ്മാനിക്ക, ബാബാലി ചേട്ടൻ മാത്രമല്ല, ഇതിനകത്ത് 10 ആർട്ടിസ്റ്റുകളുണ്ട്. നമുക്ക് ഭയങ്കര ഫേവറേറ്റ്സ് ആയിട്ടുള്ള കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. അതോടൊപ്പം ഒരുപാട് ഡാൻസ് ഫൈറ്റും ഈ ഡർബോയിലെ നമ്മുടെ ഫിനിക്സ് പുള്ളിയാണ് നമ്മുടെ ഫൈറ്റ് മാസ്റ്റർ. ഭയങ്കര കണ്ണൻ ചെല്ലിക്കുന്ന ഫൈറ്റുകൾ ഉണ്ടാവും. പിന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചൊരു പക്ഷേ അത്രയും ഹ്യൂമറുണ്ട്, അത്രയും ഒരു ജാം പാക്ക് എന്റർടൈനറാണ്. ഈ ഓണത്തിന് എല്ലാവരും ധൈര്യമായിട്ട് കോഴിക്കോട് ധൈര്യമായിട്ട് കളിക്കാം. ഷോട്ടാണ്. താങ്ക് യു. ഈ പറഞ്ഞതുപോലെ തന്നെ ഫൈറ്റിന് ഫൈറ്റ് ഉണ്ട്, കോമഡിക്ക് കോമഡി ഉണ്ട്, എല്ലാം ചേരുന്നതാണ്. അപ്പൊ താങ്ക് യു വെരി മച്ച് റഹ്മാൻ. ഇതെല്ലാം സാധിച്ചിട്ടുള്ളത്. അതായത് ഞങ്ങൾ ഈ ഷൂട്ടിംഗ് കഴിഞ്ഞിപ്പോൾ 1.5 മാസമായിട്ടുള്ളൂ ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നു. പക്ഷേ ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഓണത്തിന് റിലീസ് ചെയ്യണമെന്ന്. പക്ഷെ എൻ്റെ മനസ്സിൽ അത് നടക്കും എന്ന് എനിക്ക് തോന്നിയിരുന്നു, വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ആ വിശ്വാസം ഏറ്റെടുത്ത് അത് മീൻസ് എന്തായാലും എന്ത് വന്നാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല, അത് ചെയ്തിരിക്കും. ഓണത്തിന് ഞങ്ങൾ റിലീസ് ചെയ്തിരിക്കുന്ന ഞങ്ങൾക്ക് ഉറപ്പ് തന്ന എബ്രഹാം മാത്യൂസ് ഇതിൻ്റെ പ്രൊഡ്യൂസറിനോട് ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. സാധ്യമാകണമെങ്കിൽ അതിന്റെ വിത്തൗട്ട് പ്രൊഡ്യൂസർ ആ പടം സാധ്യമാകില്ല. അതിന്റെ സംവിധായകൻ വിചാരിച്ച രീതിയിൽ ആ പടം സാധ്യമാകണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഗൈഡാണ് ഇതിന്റെ പ്രൊഡ്യൂസർ ആൻഡ് ഇതിന്റെ പ്രൊഡക്ഷൻ ടീമിന് നമ്മൾ കൊടുക്കേണ്ടത്. പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ. ഇനി നമുക്ക് സ്റ്റേജിലേക്ക് ഒരാളെ വിളിക്കണം. നമ്മുടെ മാമിന്റെ ചെറുപ്പകാലം അഭിനയിച്ച അമൃത പ്ലീസ് നല്ലൊരു കൈയടി. സിനിമ കാണുമ്പോഴാണ് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്. നല്ലൊരു കൈയടി കൊടുക്കാം. ഇനി ഈ പാട്ടിന് മ്യൂസിക് നൽകിയ വില്യൻ സർ പ്ലീസ് കം. ഇദ്ദേഹമാണ് ഇതിന്റെ മ്യൂസിക് നൽകിയിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം നൽകിയിരിക്കുന്നതാണ്. ഇതിന് പാടിയ ആളുകളുണ്ട്. ഹരിനാരായണ ചേട്ടൻ പ്ലീസ് കം. എഴുത്താണ് അത്, എല്ലാം ഓക്കെ എഴുത്ത്. ഇനി പാടിയ ആളുകളുണ്ട്. ഇബ്രാഹിം പരീക്കുട്ടി, ഈ ഹൈദരാബാദ് തെറ്റിയാണ് പറഞ്ഞത്. അല്ല, ഹരിനാരായണ ലിറിസിസ്റ്റാണ്. അതെ, അതായത് ഹരിചേട്ടൻ ഒറ്റ മിനിറ്റ് ഹരിചേട്ടനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഹരിചേട്ടൻ അമ്പാഴ തമ്മിലിട്ട് ഒരു ഇടവഴിയിൽ ഹരിചേട്ടൻ മുരുക പോലെ മുരുക ഇങ്ങനെ ഏത് ടൈപ്പ് പാട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ ഹരിചേട്ടൻ ഹരിനാരായണൻ. അപ്പോ നമുക്ക് ഏത് ടൈപ്പ് പാട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ 10 മിനിറ്റിനുള്ളിൽ വന്ന് എഴുതി തരുന്ന ഹരിചേട്ടൻ. ചേട്ടാ ഞാൻ മറ്റേത് ഇവിടെ കാര്യങ്ങളുണ്ടല്ലോ അവരുടെ കൂട്ടി. അപ്പൊ ഞാനിത് എഴുതിയ സമയത്ത് ഗംഭീരമായിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ പാട്ടുകളും നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് വെക്കുന്നതിൽ ഈ കോഴിക്കോട് എത്തിയപ്പോൾ നമ്മുടെ സിനിമയെ കുറിച്ച് വലിയ സന്തോഷം. കോഴിക്കോട്
കൽവിയെ തേടുന്ന കോഴിക്കോട് ആ പാട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ട്. അതിന് നമ്മളൊരു കയ്യടിയുണ്ട്. കോഴിക്കോടുകാരുടെ കയ്യടിയാണ് കൊടുക്കുന്നത്. VK ഹരിനാരായണൻ നമ്മുടെ സ്വന്തം lyricist. ഒമർ ലുലുവിന്റെ ആദ്യത്തെ സിനിമ തൊട്ട് ഈ സിനിമ വരെ സഹകരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. വീണ്ടും ഈ പാട്ട് വീണ്ടും ഒരു മണ്ടത്തരം പറഞ്ഞു. ഇത് ഈ പാട്ട് എഴുതിയിട്ടുള്ളത് നല്ലോണം വീരൊക്കെ എന്ന് പറഞ്ഞ കോഴിക്കോട്ടുകാരനാണ്. എന്തായാലും എഴുതുന്ന ഒരു ആള് തന്നെയാണ്. രണ്ടിലെ ഞാനിപ്പോ പറഞ്ഞത് തിരിച്ചാൽ രണ്ടിലെ പാട്ടാണ് രണ്ടിലെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി ആ പ്രശ്നം രണ്ടിലെ പാട്ട് രണ്ടിലെ പാട്ട് അതിനെ തെറ്റി പറഞ്ഞാൽ എനിക്ക് പാടാൻ അറിയില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ഗാനം ഒന്ന് ഈ ആലോചിച്ചത് ഇമ്രാൻ ഒറ്റ മിനിറ്റ് പാട്ട് പാടാൻ പറഞ്ഞില്ലേ? ഇവിടെ എന്റെ പവർ സ്റ്റാർ ബാബു ചേട്ടാ എനിക്ക് വേണ്ടി ഒരു രണ്ടുപേരും പാടും. ആക്ഷൻ ഹീറോ ബാഡ് ബോയ്സ് ഹീറോ വേണ്ടി റെഡിയാണ്. ബാബുച്ചേട്ടൻ പാടിയ പാട്ടാണ്. റെഡി? ഓക്കെ പ്ലേ. അതല്ല ബാബുചേട്ടൻ വേറെ പാട്ട് പാടും. എന്റെ ഹൈദരാബാദ് 5 മിനിറ്റോളം നിൽക്കും. നല്ല ഡീല് ഇയാള് മൊത്തം മോളാക്കൂട്ട പരിപാടി. ബാബുചേട്ടന് വേണ്ടി ഒന്നുകൂടെ കയ്യടി. ബാബുചേട്ടന് ഇഷ്ടപ്പെട്ട പാട്ട്. ബാബുചേട്ടന് ഇഷ്ടപ്പെട്ട പാട്ട് എല്ലാവരും പോരുത്. Come
നമ്മുടെ ബിബിൻ ഒരു ഫ്രെയിമുമായിട്ടൊരു ചെറിയൊരു സ്നേഹ സമ്മാനം കൊടുക്കാനായിട്ട് കുറേ സമയമായിട്ട് ഇവിടെ കാത്തേക്കാണ്. സോ ആളെ ഒന്ന് കടത്തിവിടോ. ആ, എവിടെ എത്തിയിട്ടുണ്ട്? അടിപൊളി. ആളെന്നെ വരച്ചതാണ്, ബിബിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പൊ നല്ലൊരു കൈയടി. അങ്ങനെ കുറേ പേരുണ്ട് ഈ സമയത്ത് നമ്മൾ ഓർക്കുകയാണെങ്കിൽ അവർക്ക് കൂടെ നല്ലൊരു ഗൈഡ് കൊടുക്കാം. 2020 ആണല്ലോ, അതാണ് 2020 ആണ് സിനിമ. ഒരു മാറ്റമില്ല. എല്ലാവരും അപ്പൊ നമുക്ക് നമ്മുടെ ടീമിന്റെ ഒരു മാറ്റില്ലാതെ എങ്ങനെയാ അല്ലേ ടീമ്? ഒന്ന് വിളിച്ചേ. ടീമിൽ ആനന്ദ് സിനിമയിൽ വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ നാളായിട്ട് സിനിമകളിൽ ഞാൻ കണ്ടിട്ടില്ല. പ്രവേശിച്ചാലാണ് ഞാൻ കണ്ടിരുന്നത്. ദാമ്പതി വിജയിച്ചാണ് ഇടിയുണ്ടാവാണ്. ഇടിയുള്ള വേഷമല്ലേ, കോമഡിയാണ് ഇരുന്ന 2-3 സീനുള്ളൂ. റഹ്മാൻ സാറിന്റെ കൂടെ നമ്മുടെ ബാബു സാറിന്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റിയ ഒരു സന്തോഷമുണ്ട്. എന്റെ ഈ സിനിമയുടെ ഡയലോഗ് അങ്ങോട്ട് തുടങ്ങാം അല്ലേ? ഒരു കൈ തരുവാ. മുട്ടോളം ചോരയിൽ മുങ്ങി നിന്നിരിക്കുന്ന ടീമാണ് ഇവിടുത്തെ കിടിലൻ ടീമാണ് പടം തന്നെയാണോട്ടാ. നമ്മുടെ പടമാണ്, സാധാരണക്കാരുടെ പടമാണ്. പടത്തിൽ ചെറിയ ടീമല്ല, കിടിലൻ ടീമാണ്. അപ്പൊ ടീമേ അതിന് പാട്ട് പാടാം. കുമ്പളങ്ങി കാലിലെ കരിമീൻ കന്നമ്പാടി കടൽ
ഒന്ന് വീഡിയോ ഓണാക്കി നമ്മൾ ഡാൻസ് ചെയ്യാം. പോട്ടെ പോരാട്ടക്കാളായി നാളത്തെ കളിയിൽ അതാണ് ഞങ്ങൾ ഒരുമിച്ച് പിന്നെ എന്താ പറയുക ഒരു പോട്ടെടുത്താ മോള് നമ്മൾ കോഴിക്കോട് നിന്ന് കണ്ടതല്ലേ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ധനസുലൊക്കെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോത്തിൽ കാണാം. ബൈ ബൈ. ധനസുലൊക്കെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോത്തിൽ കാണാം. ബൈ ബൈ.